എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിഡൻ ട്രൂത്ത് ഓഫ് യുവർ പേഴ്സൺ ആണ്. എന്തെങ്കിലും ഒരു സത്യം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തുറന്ന് സംസാരിച്ചിട്ടില്ല, പക്ഷേ എന്തോ ഒന്ന് ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള റീഡിംഗ് ആണിത്. നമുക്ക് നോക്കാം എന്താണ് ആ ഹിഡൻ ട്രൂത്ത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയേണ്ട മെസ്സേജ് ആയിരിക്കാം, അതല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് മെസ്സേജ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ആദ്യത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അതിനർത്ഥം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും കാണാൻ സാധിക്കാത്ത വ്യക്തികളായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ നന്നായിട്ട് ഓർമ്മ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബ്രേക്കപ്പ് കഴിഞ്ഞ ആൾക്കാർക്കായിരിക്കാം. അപ്പോൾ അവർ പുറമേക്ക് കാണിക്കുന്നത് എനിക്ക് നിന്നെ അങ്ങനെ പിരിഞ്ഞിരിക്കുന്നതിൽ വിഷമമൊന്നുമില്ല, അങ്ങനെ കാണിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ തുറന്നു പറയാനായിട്ട് മടിയുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ബ്രേക്കപ്പിലും പിണങ്ങിയിരിക്കുന്നവർക്കാണെങ്കിൽ അവർക്കറിയാം അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ബ്രേക്കപ്പ് ആയതോ, അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്നതോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അകൽച്ച വന്നതോ അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ദൂരത്തേക്ക് പോകരുത്, നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും നോക്കാം. പക്ഷേ അതൊന്നും സമ്മതിക്കാതെ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവർക്കത് അവരുടെ ആ തെറ്റ് മനസ്സിലാക്കുന്നു, നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇതൊന്നും നിങ്ങളോട് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ സമ്മതിക്കാനോ ഒന്നും അവർ റെഡിയല്ല. അപ്പം മനസ്സിലാവുന്ന ഡിസഗ്രീമെൻറ്റ്സ് കാർഡാണ്. അപ്പം മിക്കവാറും നിങ്ങൾ തമ്മിൽ ഒരു പിണക്കമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അകൽച്ച വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളെ മനസ്സ് കീഴ്പ്പെടുത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം തിരിച്ചു വേണം എന്ന് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡായിട്ട് കാണിക്കുന്നത് ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പായിട്ടാണ് കാണിക്കുന്നത്. അത് 2 വശത്തുനിന്ന് വേണമെങ്കിലും ആവാം, നിങ്ങളുടെ വശത്താവാം അല്ലെങ്കിൽ അവരുടെ വശത്താവാം. പക്ഷെ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എപ്പോഴും വരുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ മാനസികമായിട്ടോ ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു.